ഹായ് ജെഇ ആസ്പിരൻസ്, നമ്മുടെ ഫസ്റ്റ് ബേസ് എക്സാം ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ ഇനി നമ്മുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. ഒന്ന്, സെക്കൻഡ് ഫേസിന് ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫസ്റ്റ് ഫേസിലെ മാർക്ക് വെച്ചുകൊണ്ട്, അല്ലെ പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളും നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളും ഏതൊക്കെയാണെന്നുള്ള അന്വേഷണം. ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാവാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. സോ ഫസ്റ്റ് ബേസിൻ്റെ പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 5 NITs ഏതൊക്കെയാണെന്നും ആ NITകളിലെ പ്രധാനപ്പെട്ട കോഴ്സുകളും അവിടുത്തെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്കും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ NIRF റാങ്കിങ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 NITകൾ, ടോപ്പ് 5 NITകൾ എന്ന് പറയുന്നത്, ഒന്ന് NIT ട്രിച്ചിയാണ്, 2 NIT സൂറത്കൽ, 3 NIT റൂർക്കേല, 4 NIT വാറങ്കൽ, 5 നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള NIT കാലിക്കറ്റ്. അതിൽ NIT ട്രിച്ചിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് 9 ബിടെക് പ്രോഗ്രാമുകളാണ് NIT ട്രിച്ചിയിലുള്ളത്. ഇതിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. കഴിഞ്ഞ വർഷം 99.8% ആയിരുന്നു അവിടുത്തെ ക്ലോസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, 99.6% ആയിരുന്നു കഴിഞ്ഞ വർഷം അവസാനം അഡ്മിഷൻ ലഭിച്ചത്. ദെൻ മൂന്നാം സ്ഥാനം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്, 99.4%. അതിന് തൊട്ട് താഴെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, 98.8% ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. കെമിക്കൽ എഞ്ചിനീയറിംഗ് 98.6%, സിവിൽ എഞ്ചിനീയറിംഗിന് 98% ആയിരുന്നു. NIT ട്രിച്ചിയിൽ നമുക്കെപ്പോഴും അറിയാം, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ IITകളിലാണെങ്കിലും NITകളിലാണെങ്കിലും ഒക്കെ ഭീമന കമ്പനികളായിരിക്കും പ്ലേസ്മെൻറ്റുമായിട്ട് വരുന്നുണ്ടാവുക. ആമസോൺ പോലെ, ഗൂഗിൾ പോലെ, ഫേസ്ബുക്ക് പോലെ വലിയ കമ്പനികളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അനൗദ്യോഗിക കണക്കുകൾ അനുസരിച്ച് NIT ട്രിച്ചിയിലെ ഏറ്റവും ഹയസ്റ്റ് ആനുവൽ പേ എന്ന് പറയുന്നത് 70 lakh per annum ആയിരുന്നു. 70 ലക്ഷമായിരുന്നു ഒരു വർഷത്തെ സാലറി ആയിട്ട് ഓഫർ ചെയ്തിരുന്നത്. അവിടുത്തെ ആവറേജ് ആനുവൽ പേ 27 lakh per annum ആയിരുന്നു. അപ്പോൾ NIT ട്രിച്ചിയെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. NIRF റാങ്കിങ്ങിലെ രണ്ടാമത്തെ NIT ആയിട്ട് കിടക്കുന്നത് NIT സൂറത്കലാണ്. 11 ബിടെക് പ്രോഗ്രാമുകളുണ്ട് NIT സൂറത്കലിൽ. അതിൽ ഏറ്റവും ഡിമാൻഡിങ് ആയത് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് 99.9% ആയിരുന്നു. തൊട്ട് താഴെ AI ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, 99.9% തന്നെ. IT ഉണ്ട്, 99.8%. കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡാറ്റാ സയൻസ് 99.8% ആയിരുന്നു ക്ലോസിംഗ് റാങ്ക് വന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 99.5%, മെക്കാനിക്കലിന് 99.2%, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 99%, സിവിൽ എഞ്ചിനീയറിംഗിന് 98.4% കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് NIT സൂറത്കലിൽ. പ്ലേസ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആനുവൽ പേ ഏകദേശം 40 lakh per annum ആയിരുന്നു. ആവറേജ് ആനുവൽ പേ എന്ന് പറയുന്നത് 14 lakh per annum ആയിരുന്നു. NIT റൂർക്കേല 12 ബിടെക് പ്രോഗ്രാമുകളുള്ള ഇന്ത്യയിലെ മൂന്നാമത്തെ ടോപ്പ് NIT ആണ് NIT റൂർക്കേല. അവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഏറ്റവും ഡിമാൻഡിങ് ആയത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. 99.8% ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക്. AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗിൽ 99.8 തന്നെയായിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ 99.6%, ഇലക്ട്രിക്കലിൽ 99.3%, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 99.3%, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 99%, കെമിക്കൽ എഞ്ചിനീയറിംഗ് 98.7%, സിവിൽ എഞ്ചിനീയറിംഗിന് 98.2% കഴിഞ്ഞ വർഷത്തെ ഒരു ഏകദേശ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോസിംഗ് റാങ്ക് പറയുന്ന സമയത്ത് ഈ വർഷവും എക്സാക്ട്ലി ഇത് തന്നെയാവും നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന NITയിൽ ഏകദേശം ഈ ഒരു കോഴ്സിന് നമുക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും എന്ന് നമുക്കറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ NIT റൂർക്കേലയിൽ കഴിഞ്ഞ വർഷത്തെ നമ്മൾ പ്ലേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആനുവൽ പേ ആൾമോസ്റ്റ് 40 lakh per annum തന്നെയായിരുന്നു. ആവറേജ് എന്ന് പറയുന്നത് 9 lakh per annum ആയിരുന്നു. അടുത്തത് NIT വാറങ്കലാണ്. NIT വാറങ്കലിൽ ഏകദേശം 11 ബിടെക് പ്രോഗ്രാമുകളുണ്ട്. അവിടെ ഡിമാൻഡിങ് ആയത് ഞാൻ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. 99.9% ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 99.7%, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 99.5%, മെക്കാനിക്കൽ 99%, കെമിക്കൽ എഞ്ചിനീയറിംഗിന് 98.7% അപ്പോൾ NIT വാറങ്കലിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള 5 എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് നമ്മൾ പ്ലേസ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് 39 lakh per annum ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആവറേജ് പേയ്മെൻറ്റ് 13 lakh per annum ആയിരുന്നു. അഞ്ചാമത്തേത്
നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള NIT കാലിക്കറ്റാണ്. NIT കാലിക്കറ്റിൽ നമുക്കറിയാം 11 BTech പ്രോഗ്രാമുകളുണ്ട്. അവിടെ ഏറ്റവും ഡിമാൻഡിങ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. 99% ആയിരുന്നു കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് അവസാനത്തെ, അതായത് ഒരു ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 98.8%, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 98.5%, സിവിൽ എഞ്ചിനീയറിംഗിന് 95%, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 97%, ബയോടെക്നോളജിക്ക് 96.5% ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക്. പ്ലേസ്മെൻറ്റ് ആൾമോസ്റ്റ് 50 lakh per annum ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ 10 lakh per annum ആണ് ഒരു ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 NITകൾ നമ്മുടെ നാഷണൽ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ക്ലോസിംഗ് റാങ്കുകളും പ്ലേസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വർഷാവർഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അതത് വർഷങ്ങളിലെ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് അവിടുത്തെ പെർഫോമൻസിനനുസരിച്ചൊക്കെ ചെറിയ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. സോ മക്കളെ, അടിപൊളിയാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ക്യാമ്പസിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.